ഹായ് കുട്ടികളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാദിന ക്വിസ്. ഉറൂബ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉറൂബ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് 2012 സരസ്വതി സമ്മാൻ ലഭിച്ചത്? സുഗതകുമാരിയുടെ ഏത് കൃതിക്കാണ് 2012 സരസ്വതി സമ്മാൻ ലഭിച്ചത്? ഉത്തരം സുഗതകുമാരിയുടെ മണലെഴുത്ത് എന്ന കൃതിക്ക്. യേശുവിലാണ് എൻ്റെ വിശ്വാസം, കീശയിലാണെന്ന് ആശ്വാസം. ആരുടെ വരികളാണിത്? യേശുവിലാണ് എൻ്റെ വിശ്വാസം, കീശയിലാണെന്ന ആശ്വാസം. ആരുടെ വരികളാണിത്? ഉത്തരം കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണിത്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം MK മേനോനാണ് വിലാസിനി എന്ന് അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം വീണപ്പൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മൊപ്പസാങ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ളയാണ് കേരള മൊപ്പസാങ് എന്ന് അറിയപ്പെടുന്നത്. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ്? ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ്? ഉത്തരം പൂന്താനം. മഹാത്മാഗാന്ധി തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? മഹാത്മാഗാന്ധി തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി ഭാഷയിൽ. ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ പരമ്പര ആരുടേതാണ്? ഉത്തരം ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ OV വിജയന്റേതാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? ഉത്തരം MK മേനോൻ. എന്റെ നാടുകടത്തൽ എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ നാടുകടത്തൽ. മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ചെറുകാടാണ് മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ്. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഉത്തരം മിതവാദി എന്ന പത്രം. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം NV കൃഷ്ണവാര്യരുടെ കവിതയുടെ പേരാണ് ഗാന്ധിയും ഗോഡ്സെയും. കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് എന്ന നോവൽ രചിച്ചത് ആരാണ്? കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. തോപ്പിൽ ഭാസി അവാർഡ് ആദ്യമായി നേടിയത് ആരാണ്? ഉത്തരം തോപ്പിൽ ഭാസി അവാർഡ് ആദ്യമായി നേടിയത് ONV കുറുപ്പ്. മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിന്റെ രചയിതാവ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. 2023 തകഴി അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം MK സാനുവാണ് 2023 തകഴി അവാർഡ് ജേതാവ്. SK പൊറ്റക്കാടിന്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്നാണ് SK പൊറ്റക്കാടിന്റെ പൂർണ്ണമായ നാമം. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? ഉത്തരം പ്രഭാവർമ്മയാണ് 2023 സരസ്വതി സമ്മാൻ ജേതാവ്. കരീന്ദ്രൻ എന്നറിയപ്പെട്ട ആട്ടകഥാകാരനും സംസ്കൃത കവിയുമായ വ്യക്തി ആരാണ്? ഉത്തരം കിളിമാനൂർ രാജരാജവർമ്മ കോയിത്തമ്പുരാൻ. രാമായണ മാസം ആചരിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? രാമായണ മാസം മലയാളത്തിലെ ഏത് മാസത്തിലാണ്? ഉത്തരം കർക്കടകം.
തന്റെ സമരായുധം വാളല്ലെന്ന് പ്രഖ്യാപിച്ച കവി ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. രൗദ്രസാത്വികം എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? രൗദ്രസാത്വികം എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ഉത്തരം പ്രഭാവർമ്മ. ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പൗലോ കൊയ്ലോയുടെ വിഖ്യാത ഗ്രന്ഥമാണ് ആൽക്കമിസ്റ്റ്. കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏതാണ്? ഉത്തരം കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥയാണ് ശബ്ദിക്കുന്ന കലപ്പ. എത്ര ഭാഷയിലെ മികച്ച കൃതിക്കാണ് ഓരോ വർഷവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകുന്നത്? ഉത്തരം 24 ഭാഷകളിലെ മികച്ച കൃതികൾക്ക്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ എന്നു തുടങ്ങുന്ന ഈ കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത് ആരാണ്? സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം KK ബിർള ഫൗണ്ടേഷൻ. കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ഉത്തരം ആശാൻ പുരസ്കാരമാണ് കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം. ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വയലോപ്പള്ളി ശ്രീധരമേനോനെയാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ജയ ജയ കോമള കേരള ധരണി എന്നു തുടങ്ങുന്ന കേരള ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ബോധേശ്വരൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ ഇത് ആരുടെ വരികളാണ്? ഉത്തരം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ ഇത് വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളാണ്. മലയാളത്തിലെ ആദ്യ പത്രം ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യ പത്രം ഏതായിരുന്നു? ഉത്തരം രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യ പത്രം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇടപ്പള്ളി. സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? സൂര്യകാന്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പാണ് സൂര്യകാന്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.